ഞങ്ങൾ ഇന്നൊരു യാത്ര പോകുകയാണ് മല്ലം ശ്രീ ദുർഗാ പരമേശ്വരി ക്ഷേത്രത്തിലേക്ക്. ഞാൻ ആദ്യമായിട്ടാണ് മല്ലത്തേക്ക് പോകുന്നത്. ഞാനും അമ്മമ്മയും അച്ഛനും അമ്മയും അനിയനും കൂടിയാണ് പോയത്. ഞങ്ങൾ യാത്ര പുറപ്പെട്ടിട്ട് ഒരുപാട് നേരമായി. ഞങ്ങൾ ഏറെക്കുറെ ക്ഷേത്രത്തിൻ്റെ അടുത്തെത്തി. മല്ലം ക്ഷേത്രത്തിൽ എത്തുന്നതിന് കുറച്ച് മുൻപേ ഞങ്ങൾ ഒരു ഹനുമാൻ സ്വാമി ക്ഷേത്രം കണ്ടു. ഞങ്ങൾ എല്ലാവരും അവിടെ ഇറങ്ങി. ക്ഷേത്രത്തിന് തൊട്ടു മുൻപായിട്ട് ഒരു ഹനുമാൻ സ്വാമിയുടെ പ്രതിമ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഹനുമാൻ സ്വാമിയുടെ പ്രതിമയുടെ താഴെ നിന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്തു. കുറച്ച് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത ശേഷം ഞങ്ങൾ അമ്പലത്തിൻ്റെ അടുത്തേക്ക് മെല്ലെ ഒന്ന് പോയി നോക്കുമ്പോൾ അവിടെ കുറച്ച് പട്ടികൾ ഇരിക്കുന്ന കണ്ട് പേടിച്ച് അമ്മമ്മ ഞങ്ങളോട് പറഞ്ഞു അങ്ങോട്ട് പോകണ്ട എന്ന്. കണ്ടിട്ട് ഒരു പാവം പട്ടിയാണെന്ന് തോന്നുന്നു. അതവിടെ വാലാട്ടിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. കുറച്ച് സമയം അവിടെ ചിലവഴിച്ചതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. കുറച്ച് സമയത്തിന് ശേഷം ഞങ്ങൾ മല്ലത്തെത്തി. മൂന്നാം ഓണമായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് അമ്പലത്തിൻ്റെ മുൻപിലാണ്. ഞാൻ ക്യാമറ നോക്കി എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ മൈക്ക് കയ്യിലില്ലാത്തത് കൊണ്ട് ഒന്നും ക്ലിയർ ആയി കിട്ടിയില്ല. നമുക്കിനി അമ്പലത്തിന്റെ അകത്തേക്കൊന്ന് പോയി നോക്കാം. അമ്പലത്തിൻ്റെ മുൻപിൽ വലിയൊരു പൂക്കളം ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഇവിടെ നല്ലൊരു കുളമുണ്ട്. ഇതാണ് കുളം. അമ്മ അവിടെ നിന്ന് കാര്യമായി തന്നെ എന്തോ ഫോട്ടോ എടുക്കുന്നുണ്ട്. അവിടെ ഓണാഘോഷമാണ് ഈ നടക്കുന്നത്. കുറെ ആൾക്കാർ അവിടെ ഓണാഘോഷം നോക്കിയിരിക്കുന്നുണ്ട്. അമ്പലത്തിൻ്റെ അടുത്തായിട്ട് അവിടെ ഒരു തൊഴുത്ത് ഞങ്ങൾ കണ്ടു. അവിടെ കുറച്ച് പശുക്കളുണ്ട്. ഞങ്ങൾ അങ്ങോട്ടേക്കൊന്ന് പോയി നോക്കി. അമ്പലത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ചതിന് ശേഷം ഞങ്ങൾ അമ്പലത്തിൻ്റെ അടുത്തുള്ള ചന്തയിൽ പോയി.
അവിടെ കുറേ എന്തെല്ലോ കളിപ്പാട്ടം ഉണ്ടായിരുന്നു. ഞാൻ എന്തെല്ലോ എടുത്തു, പക്ഷെ അത് എനിക്ക് മേടിച്ചു തന്നില്ല. ലാസ്റ്റ് എനിക്കും ചേച്ചിക്കും മേടിച്ചു തന്നത് റൂബിക്സ് ക്യൂബാണ്. ആ ചേട്ടൻ്റെ കയ്യിലുള്ള കിളീനെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് മേടിച്ചു തന്നില്ല. ഇന്നത്തെ കാഴ്ചകൾ ഇത്രേ ഉള്ളൂ. എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.